നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. 4 മണി കഴിഞ്ഞു, 5 മണി ആവാറായി കേട്ടോ. അപ്പോൾ സന്ധ്യാസമയത്ത് എൻ്റെ സുന്ദരിക്കൊക്കെ വിശക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു പലഹാരം ഉണ്ടാക്കാൻ പോവുകയാണ്. നാളികേരവും ശർക്കരയും കൂടി വിളയിച്ചത് കുറച്ച് ഇരിക്കുന്നുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ, അതിനെടുത്തു. അതിൽ കുറച്ച് ഗോതമ്പ് പൊടി ചേർത്തു. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് അതുകൊണ്ടൊരു അട ഉണ്ടാക്കിയാലോ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ സന്ധ്യ നേരത്ത് ചെറിയൊരു വിശപ്പ് തോന്നിയപ്പോഴേ എന്തെങ്കിലും തിന്നണം എന്നൊരാഗ്രഹം. മഴയൊന്ന് പെയ്തിരുന്നു കുറച്ച് നേരത്തെ, പക്ഷേ ഇപ്പം നന്നായിട്ട് വെളിച്ചമുണ്ട്, സൂര്യൻ്റെ പ്രകാശമൊക്കെ ഉണ്ട്. 6 മണി ആവാറായിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിൽ ചക്ക വരട്ടിയത് കുറച്ചിരുന്നിരുന്നു, അത് കുറച്ചിട്ടു. അപ്പം ശർക്കരയും നാളികേരവും വിളയിച്ചതും ചക്ക വരട്ടിയതും കൂടിയായപ്പോൾ ഈ ഗോതമ്പ് പൊടിയിലേക്ക് ആവശ്യമുള്ള മധുരമായിട്ടുണ്ടാവും. നന്നായിട്ടൊന്ന് കുഴയ്ക്കാം, കൈകൊണ്ട് തന്നെ കുഴയ്ക്കണം. പൊടിയിൽ ഒട്ടും വെള്ളമില്ലല്ലോ, അതുകൊണ്ട് കുഴയ്ക്കാനായിട്ട് ഇത്തിരി പാടാണ്. ശരിക്കും കുഴഞ്ഞ് കിട്ടണില്ല, കുറച്ച് വെള്ളം ചേർക്കണം എന്നാണ് തോന്നണത് എനിക്ക്. നന്നായി മിക്സ് ചെയ്യട്ടെ. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം നമുക്ക് കേട്ടോ. പിന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരിത്തിരി ഉപ്പുപൊടി ഇടാമെന്ന് തോന്നണത് കേട്ടോ. നാളികേരം കൊത്തൊന്നും ഇടണ്ട. എന്താ കാരണം എന്ന് വെച്ചാൽ നാളികേരം ഉണ്ടല്ലോ, എന്താ ഉപ്പുപൊടി ഇട്ടു കേട്ടോ, കുറച്ച് ഒരു നുള്ള് ഉപ്പുപൊടി ഇട്ടു. പക്ഷെ തലേത്ത് ഉപ്പ് വെച്ചോളൂ, മഴച്ചാറിൽ വെള്ളത്തന്നെ അതൊന്നും കുഴപ്പമില്ല. തലയിൽ വെള്ളമായാൽ കുഴപ്പമുണ്ടാവും. തൊപ്പി വെച്ചിട്ട് പൊക്കോ മുത്തച്ഛൻ്റെ കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ചു കേട്ടോ. അപ്പം ഇതാ മയം കിട്ടി തുടങ്ങി. ഒട്ടും തന്നെ വെള്ളമില്ലല്ലോ ഗോതമ്പ് പൊടിയിൽ, അപ്പോൾ വെള്ളം വേണം. പിന്നെ ശർക്കരയിലും വെള്ളം ഉണ്ടായിരുന്നില്ല, പൊടി നനയാനുള്ള വെള്ളം ചേർത്തു. കുറച്ചും കൂടി വേണമെന്ന് തോന്നണം എനിക്ക് കേട്ടോ. കുറച്ചുകൂടി ഒഴിച്ചു. ഇപ്പോൾ അത്യാവശ്യം ലൂസായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഫ്ലേവറിനായിട്ട് ഇത്തിരി ഏലക്കായ, ഒരു 5-6 ഏലക്കായ ചേർക്കാം. ഏലക്കായ പഞ്ചസാര കൂട്ടി ഞാൻ പൊടിച്ചതാണിത്. നല്ല വാസനയുണ്ട് ഇപ്പോൾ കേട്ടോ, ഏലക്കായയുടെ വാസന. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, നന്നായിട്ടൊന്ന് കുഴയ്ക്കാം. കുഴച്ച് നമുക്ക് ഒരു നല്ല ചക്കട ഉണ്ടാക്കാം. എന്താണുണ്ടെന്നറിയാമോ? നാളികേരവും ശർക്കരയും കൂടി നന്നായിട്ട് വിളയിച്ചു. പിന്നെ കുറച്ച് ചക്ക വരട്ടിയത് എടുത്തു. പിന്നെ ഗോതമ്പ് പൊടി ചേർത്തു. ഏലക്കായ കൂട്ടി നന്നായിട്ട് കുഴച്ചു. ഇപ്പം നല്ല സ്വാദുള്ള മാവായി, നമുക്കതിനെ ഇലയിൽ 2, 4, 6, 8 ഉണ്ടാക്കാനാണ് പറഞ്ഞത്. ഇതാണ് ഇല എന്ന് വെച്ചാൽ, ഇത് ഞങ്ങൾ പറയാ ഇതിൻ്റെ പേര് ഉഴുന്നണ്ടിയുടെ ഇല എന്ന് പറയാം. വട്ടയില എന്നും പറയും. ഇത് വാട്ടൊന്നും വേണ്ട, നല്ല സോഫ്റ്റായിട്ടുള്ള ഇല ആയതുകൊണ്ട് വാട്ടേണ്ട ആവശ്യമില്ല, കീറൊന്നുമില്ല. മടക്കണ്ടേ നമുക്ക്? ഇങ്ങനെ വെച്ചിട്ടേ ഇങ്ങനെ വെച്ചിട്ട് മടക്കം, ഇങ്ങനെ മടക്കും. മറ്റേ രാമ മടക്കാം. എന്നിട്ട് ഇങ്ങനെ പതുക്കെ അമർത്തണം.
പരക്കും. അപ്പോൾ അതിങ്ങനെ മടക്കണ്ട. ഇതാണ് വാട്ടൊന്നും വേണ്ട, സുഖമാണ്. ഒന്ന് അടുത്തത് ഇതിങ്ങനെ എടുക്കുക, ഇങ്ങനെ മടക്കുക, കയ്യിൽ വയ്ക്കുക, കയ്യിൽ ഇങ്ങനെ വയ്ക്കുക, ഇങ്ങനെ മടക്കി ഒരു ഭാഗം, അത് കഴിഞ്ഞ് ഈ ഭാഗം ഇങ്ങനെ മടക്കി മടക്കി ഇതിങ്ങനെ അമർത്തുക, പരക്കും. അതിങ്ങനെ പരക്കും. ഇങ്ങനെ മടക്കി, അതിങ്ങനെ മടക്കി അല്ല വെല്ലെടുത്തു, ഇങ്ങനെ മടക്കി എൻ്റെ പരത്തണം. ഇങ്ങനെ അമർത്തി പരത്തുമ്പോൾ ഇത്ര നീളാവും അത്. കണ്ട മടക്കി ഞാൻ മടക്കി, കൈ കൊണ്ട് പരത്തേണ്ട ആവശ്യമില്ല. ഇങ്ങനെ എടുത്തു. രണ്ടില വയ്ക്കാട്ടോ, എന്താ വെച്ചാൽ ഇവർ ഇലക്ക് കയറിയിട്ടുണ്ട്. രണ്ടാളെ വയ്ക്കാം. ഇങ്ങനെ മടക്കി പരത്തി. ശരിക്കും പറഞ്ഞുതരാം. ഇങ്ങനെ മടക്കി സുന്ദരി തന്നെ അമ്മ പറഞ്ഞുതരാം. കയ്യിലെടുക്കുക, കയ്യിലെടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു സൈഡ് ഇങ്ങനെ മടക്കുക. ഏത് സൈഡിന് കുഴപ്പമില്ല. ബാക്കി മറ്റേ സൈഡ് ഇങ്ങനെ മടക്കുക. ഒപ്പം അതിന് ഒപ്പം വേണേ. അമർത്തുക, എന്നിട്ട് ഇങ്ങനെ മടക്കുക, ഇവിടെ ഇങ്ങനെ മടക്കുക. ഇങ്ങനെ വെച്ചു. യെസ്, ഇവിടെ അമർന്നിട്ടില്ലേ? യെസ്. അപ്പൊ 2 സുന്ദരി മടക്കി അമ്മമ്മ 5 മടക്കി അല്ലേ? ഓക്കെ, അതിൻ്റെ കൊണ്ട് നമുക്ക് മുകളിൽ വെക്കാം. ഇതിൻ്റെ മുകളിൽ ആവിപാത്രത്തിൻ്റെ ഒരാൾ വെള്ളം തിളയ്ക്കാറായി. ഉള്ളിലേക്ക് ഇറക്കി വയ്ക്കാം. അടച്ചു വയ്ക്കണ്ടേ? 10 മിനിറ്റ് അത് വേവും. അപ്പം നമുക്ക് എടുക്കാം. ഈ 15 മിനിറ്റ് ആയിക്കോട്ടെ അല്ലേ സുന്ദരിയാ? 15 മിനിറ്റ് ആയിക്കോട്ടെ അല്ലേ? സുന്ദരി ഉണ്ടായി. സുന്ദരിക്ക് 2 സംഭവം ഉണ്ടായി. രണ്ടാമത് സംഭവം മഴവില്ല്. അപ്പം ഞങ്ങളുണ്ടല്ലോ ഇന്നലെ സന്ധ്യക്ക് ഇവിടെ നിൽക്കുമ്പോൾ സുന്ദരി മഴവില്ല് കണ്ടു. മഴവില്ല് കണ്ടപ്പോൾ അവള് വിളിച്ചു, അമ്മൂമ്മേ വരൂ, മുത്തശ്ശ വരൂ പറഞ്ഞ് വിളിച്ചു. നോക്കിയപ്പോല്ലേ വലിയ മഴവില്ല് കാണണോ നിങ്ങൾക്ക്? അത് മാഞ്ഞു തുടങ്ങിയില്ല. പാർമഴവില്ലേ മായല്ലേ. പക്ഷെ നമ്മൾ നോക്കുമ്പോ നല്ല കളറുണ്ട് കേട്ടോ. മഴ എന്താ കാരണം എന്നറിയോ? സൂര്യ അസ്തമിക്കാൻ പോവാണേ. അപ്പൊ വെളിച്ചം വരുന്നില്ലല്ലോ, അത് കാരണം. അതെ മഴവില്ല് 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 മഴവില്ലേ മഴവില്ല് മഴവില്ല് മഴവില്ലേ. ആകാശത്ത് എത്ര തെങ്ങുണ്ട്? 1 2 3 4 5 തെങ്ങുണ്ട്. അതിൻ്റെ മുകളിൽ ഇങ്ങനെ അവിടെയൊക്കെ തെങ്ങുണ്ട്, നിറച്ച് തെങ്ങുകളാ. കേരവൃക്ഷമാണ്. കേരവൃക്ഷങ്ങൾ നിറഞ്ഞ കേരളമാണ്. കണ്ടോ? സന്ധ്യാസമയത്തെ മഴവില്ല്. ഇനി സൂര്യാസ്തമിച്ച് കഴിഞ്ഞാൽ രശ്മികൾ വരാണ്ടാവുമ്പോൾ പിന്നെ മഴവില്ലില്ല. സൂര്യ പൂവല്ലേ നോക്കണ്ട. പാട്ട് പഠിക്കോ? വാർമഴവില്ലേ വന്നാലും വാനിൻ മടിയിലിരുന്നാലും കൺകുളിരുന്നു കാണുമ്പോൾ കരൾ നോവുന്നു മായുമ്പോൾ ആരു നിനക്കി നിറമേകി ആരു നിനക്കി നില നൽകി എന്നെ കൂടി വിളിക്കാമോ നിന്നുടെ അരികെയിരുത്താമോ താഴത്തേക്കു വരുന്നില്ലേ തന്നെ ഇരുന്നാൽ മുഷിയില്ലേ ആരു നിനക്കൊരു കഥ പറയാൻ ആരുണ്ടവിടെയൊരുമ്മ തരാൻ വന്നു കളിപ്പാൻ കൊതി തോന്നും നിന്നുടെ കൂടെ ഇവനെന്നും വാർമഴവില്ലേ മായരുതേ അഴകിൻ തെല്ലേ പോകരുതേ. ഇന്ന് നമുക്ക് കുറച്ച് കമൻറ്റ് കൂടി വായിക്കാം കേട്ടോ. വിനീത് കൃഷ്ണകിഷോർ,
രണ്ടും ഒരാളാണ് ടീച്ചർ, പഴയ ആൾ തന്നെയാണ് ഇതും. താങ്ക് യു വിനീത്. ഞാൻ വിചാരിച്ചു കേട്ടോ, എന്നാൽ ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സംശയം പറഞ്ഞത് കേട്ടോ. അപ്പോൾ താങ്ക് യു. രാജശേഖരൻ തെക്കൂട്ട്, ഊത്തപ്പം സൂപ്പർ. താങ്ക് യു, താങ്ക് യു. ജയശ്രീ മാധവൻ, സൂപ്പർ ആൻഡ് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ്. ശരി തന്നെയാട്ടോ. എൻ്റെ മോൻ പറഞ്ഞേ 2 എണ്ണം കൊടുത്തു പറഞ്ഞു, അമ്മ ഇത് ഭയങ്കര ഹെവി ഫുഡാണെന്നാണ് പറഞ്ഞത്. 2 എണ്ണം തന്നെ കഴിക്കുമ്പോൾ വയറ് ഫുള്ളാവാണ്. അപ്പോൾ ശരി തന്നെയാട്ടോ, സൂപ്പറാണ്, സ്വാദുണ്ട്, ഹെൽത്തിയാണ്. അപ്പോൾ ജയശ്രീ പറഞ്ഞത് കറക്റ്റ് തന്നെയാണ് കേട്ടോ, മോനും പറഞ്ഞു. താങ്ക് യു, താങ്ക് യു ജയശ്രീ. ലക്ഷ്മിക്കുട്ടി നായർ, നല്ല ഊത്തപ്പം. എൻ്റെ കമൻറ്റ് വായിച്ചപ്പോൾ സന്തോഷം തോന്നുന്നു കേട്ടോ. താങ്ക് യു. എനിക്കും വായിക്കണം എന്നൊക്കെ ഉണ്ട് കേട്ടോ, എന്നും ഇങ്ങനെ വായിക്കണം എന്നുണ്ട്. പക്ഷെ ഞാൻ വിചാരിക്കും വലിയ നീണ്ട വീഡിയോ ആകുമ്പോഴേ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമോ എന്ന് വെച്ചിട്ടൊക്കെ ഞാൻ വായിക്കാത്ത കേട്ടോ. അപ്പോൾ എന്തായാലും ലക്ഷ്മിക്കുട്ടി ശരി തന്നെയാണ്, നമ്മളെ പറ്റി പരാമർശിക്കുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവുമല്ലോ. അപ്പോൾ ലക്ഷ്മിക്കുട്ടി ഇനി കമൻറ്റ് എഴുതുമ്പോഴും എനിക്ക് നല്ല സന്തോഷം തന്നെയാണ് കേട്ടോ. ലക്ഷ്മിക്കുട്ടീന്ന് മാത്രമല്ല, ആരും കമൻറ്റ് എഴുതുമ്പോൾ നല്ല ഇഷ്ടമാണ്. അപ്പോൾ താങ്ക് യു ലക്ഷ്മിക്കുട്ടി. ഇനിയും വിലയേറിയ അഭിപ്രായങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്ത ആൾ ലക്ഷ്മി മേനോൻ, ബ്രേക്ക്ഫാസ്റ്റ് സൂപ്പർ ടീച്ചർ. എൻ്റെ കമൻറ്റ് വായിച്ചപ്പോൾ നല്ല സന്തോഷം. താങ്ക് യു ടീച്ചർ. ഓക്കെ ഓക്കെ ലക്ഷ്മി, ഇനിയും എഴുതൂ കേട്ടോ. സ്റ്റെല്ല, ഞാൻ കമൻ്റ് അധികം ഇടാറില്ല, എങ്കിലും ഒരു ദിവസം പോലും ഒഴിയാതെ കാണാറുണ്ട് കേട്ടോ നന്ദിനി ടീച്ചറെ. സ്റ്റെല്ല, എനിക്കറിയില്ലല്ലോ, ഞാൻ നിങ്ങളിങ്ങനെ കാണുന്നുണ്ടെങ്കിലും മറുപടി ഇങ്ങനെ അല്ലെങ്കിൽ കമൻ്റായിട്ട് എഴുതുമ്പോഴാണല്ലോ എനിക്കറിയണത്. അപ്പോൾ എന്തായാലും ഇനിയും കമൻറ്റുകൾ, നല്ല കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു. പോരായ്മകളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാം കേട്ടോ. പിന്നെ ശോഭന മോഹൻ, ഊത്തപ്പം സൂപ്പർ സൂപ്പർ. താങ്ക് യു ശോഭന. ജോസി ഫിലിപ്പ്, സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ്. ശരി തന്നെയാണ്, ഇത് നല്ല സൂപ്പറായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് ഞാൻ മോനും പറഞ്ഞത് കേട്ടോ. നല്ല ഹെവിയാണെന്നാണ് പറഞ്ഞത്, കുറച്ച് കഴിച്ചാൽ മതി, വേഗം വിശപ്പ് മാറും. ജോസി താങ്ക് യു. സീമ ഗോപൻ, സൂപ്പർ. താങ്ക് യു സീമ. പ്രസന്ന ഉണ്ണികൃഷ്ണൻ, ഊത്തപ്പം അടിപൊളി. കമൻസ് ആൻഡ് റിപ്ലൈസ് ഒത്തിരി ഇഷ്ടപ്പെട്ടു. താങ്ക് യു പ്രസന്ന. പ്രസന്നയും എന്നും കമൻ്റ് എഴുതുന്ന ആൾ തന്നെയാണല്ലോ. താങ്ക് യു. യൂസർ NP, നല്ല ഊത്തപ്പം. ശരിയാണ്, താങ്ക് യു. അപ്പോൾ യൂസർ എന്ന് പറയുമ്പോൾ എനിക്ക് പേരറിയില്ല കേട്ടോ. അപ്പം ഞാൻ കുറേ പേര് പലപ്പോഴും കാണാറുണ്ട് യൂസർ വെച്ചിട്ട് ഇങ്ങനെ പല നമ്പറുകളാണ് കാണുന്നത്, അതെനിക്ക് അറിയണില്ല എന്താണെന്നുള്ളത്. അപ്പോൾ എനിക്ക് പേര് പറയാൻ പറ്റില്ല. അപ്പം ഞാൻ ഊത്തപ്പം നല്ലതാണെന്ന് പറഞ്ഞു. താങ്ക് യു, താങ്ക് യു. അപ്പം പേര് കൂടി ഒന്ന് പരാമർശിച്ചോളൂ കേട്ടോ. ഇനി ശാന്തി സുബ്ബു, ഊത്തപ്പം അടിപൊളി ടീച്ചർ. താങ്ക് യു ശാന്തി. പത്മകുമാരി, ഐ ആം എ റെഗുലർ വ്യൂവർ ടീച്ചർ. താങ്ക് യു ടീച്ചർ ഫോർ മെൻഷനിങ് മീ. ഓക്കെ ഓക്കെ, വെൽക്കം വെൽക്കം പത്മ. സരസ്വതി സരയു, സൂപ്പർ ടീച്ചർ, നല്ല ഊത്തപ്പം ടീച്ചർ. താങ്ക് യു സരസ്വതി ടീച്ചർ, താങ്ക് യു. ടീച്ചറുടെ വിലയേറിയ കമൻറ്റുകൾ ഇനിയും പ്രതീക്ഷിക്കുന്നു. സുശീല മേനോൻ, ഗുഡ്. താങ്ക് യു സുശീല, താങ്ക് യു. വനജ പ്രവീൺ, ഊത്തപ്പം സൂപ്പർ ചേച്ചി. താങ്ക് യു വനജ, താങ്ക് യു. ഉണ്ടാക്കി നോക്കൂട്ടോ നിങ്ങളൊക്കെ. അത്ര വിഷമം ഇല്ല ഉണ്ടാക്കാനായിട്ട്, അത്ര ഒട്ടും വിഷമമില്ലല്ലോ. വിഷമാവുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. സ്റ്റെല്ല, ഊത്തപ്പം എത്ര ഈസി ആയിട്ടാണ് നന്ദിനി ടീച്ചർ ഉണ്ടാക്കിയത്, സൂപ്പർ. ചായ കാണുമ്പോഴേ ഇഷ്ടം തോന്നുന്നു. ടീച്ചർ രാമവർമ്മപുരം ഹിന്ദി ട്രെയിനിങ് കോളേജിൽ വരാറുണ്ടല്ലോ. നന്ദിനി ടീച്ചറെ എനിക്ക് വളരെ പരിചയമുണ്ട്, നമ്പർ അറിയില്ല, കോണ്ടാക്ട് ചെയ്യാൻ.
അപ്പം ശരി തന്നെയാണ്. ഞങ്ങൾ രാമവർമ്മപുരത്ത് ഡയറ്റിൽ പോവാറുണ്ട്. ഡയറ്റ് എന്നാണ് പറയുക, ട്രെയിനിങ് സെൻ്ററാണ്. ഹിന്ദിയല്ല, ഞാൻ സംസ്കൃതത്തിൻ്റെ ട്രെയിനിങ്ങിനാണ് പോവാറ്. അവിടെ എല്ലാ വിഷയക്കാരും വരാറുണ്ട്. അപ്പോൾ സ്റ്റെല്ല ഏത് വിഷയമാണ് എനിക്കറിയില്ല കേട്ടോ, ഞാൻ മറന്നുപോയി ക്ഷമിക്കണം കേട്ടോ. ഒരു പക്ഷേ നമ്മൾ മുൻപ് തന്നെ പരിചയം ഉണ്ടായിരിക്കും, പക്ഷേ എൻ്റെ മനസ്സിൽ നിന്ന് അത് പോയി, കോണ്ടാക്റ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് പറയൂ, ഇപ്പം എന്താ ചെയ്യണേ എന്നൊക്കെ ഒന്ന് പറയാം കേട്ടോ സ്റ്റെല്ലേ. അപ്പോൾ ഇത്രയും നല്ല കമൻറ്റ് എഴുതിയതിന്, ഓർത്ത് എഴുതിയതിന് സ്റ്റെല്ലയ്ക്ക് പ്രത്യേകം താങ്ക്സ്. സന്നൂസ് ചാനൽ അടിപൊളി, സൂപ്പർ. താങ്ക് യു സന്നു. സന്നുവിൻ്റെ ചാനൽ ഞാനും കാണാറുണ്ട് കേട്ടോ. സുധാസി നല്ല ഊത്തപ്പം. താങ്ക് യു സുധ, താങ്ക് യു. സാമ്പാർ പൗഡർ മേക്കിങ്ങിൻ്റെ ഒരു സാമ്പാർ പൗഡറും ഉണ്ടാക്കി. മുമ്പ് ഞാൻ ഉണ്ടാക്കിയിട്ട് തന്നെയാണ് കേട്ടോ. അങ്ങനത്തെ ഒരു ചെറിയ വീഡിയോ ഇട്ടുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയിട്ട്. അതിന് കുറച്ച് പേര് കമൻറ്റ് ചെയ്താണ് എനിക്കിപ്പോൾ കിട്ടിയത്. അത് ഞാൻ പറയാം. ഒന്ന് രുക്മിണി മാരാർ, നൈസ്. എന്നും എനിക്ക് രുക്മിണി മാരാർ പോസിറ്റീവായിട്ടുള്ള കമൻറ്റ് തരാറുണ്ട്. ഇനി എനിക്ക് തന്നെ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ എൻ്റെ ആ വിഷയത്തിനോട് ബന്ധപ്പെട്ട് കൂടുതൽ എനിക്ക് നിർദ്ദേശം എന്നല്ല, കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കാനായിട്ട് രുക്മിണി തയ്യാറാവാറുണ്ട്, ചെയ്യാറുണ്ട്, വിശദീകരിക്കാറുണ്ട്. അതെനിക്ക് കുറച്ചുകൂടി അറിവ് പകരുന്നതാണ് കേട്ടോ. അപ്പോൾ രുക്മിണിക്ക് പ്രത്യേകം നന്ദി. പിന്നെ യൂസർ കണ്ടോ, യൂസർ നമസ്തേ ടീച്ചർ, ലൗഡ് ദ ബ്രേക്ക്ഫാസ്റ്റ്. താങ്ക് യു ഡിയർ. മുകുന്ദൻ കുറുവത്ത്, സൂപ്പർ സാമ്പാർ പൗഡർ. താങ്ക് യു മുകുന്ദൻ. സുശീല മേനോൻ, സൂപ്പർ, വെരി സൂപ്പർ മാഡം. താങ്ക് യു. എൻ്റെ സാമ്പാർ പൊടി ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ട് കേട്ടോ. ഞാൻ ഈ സാമ്പാർ പൊടി ഉണ്ടാക്കിയിട്ട് ഞാൻ ഇവിടെ വന്നിട്ടാണ് ഇങ്ങനെ സാമ്പാർ പൊടി ഉണ്ടാക്കാനായിട്ട് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ആദ്യം കുറച്ച് സാമ്പാർ പൊടി ഉണ്ടാക്കി നോക്കി ഓരോ ദിവസത്തേക്ക്. പിന്നെ അത് കുറച്ച് 10 ദിവസത്തേക്ക് ഉണ്ടാക്കി നോക്കി. അപ്പോൾ ഞാൻ 2-3 മാസത്തേക്കുള്ളതൊക്കെ ഒരുമിച്ച് പൊടിച്ച് വയ്ക്കാറുണ്ട്. അപ്പോൾ ഇത് തന്നെ ഈ സാമ്പാർ പൊടി എൻ്റെ സ്കൂളിൽ എൻ്റെ ഫ്രണ്ട്സിന് എൽസി ടീച്ചർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൽസി ടീച്ചർ വരുമ്പോൾ ഞാൻ ടീച്ചർക്ക് സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുക്കുക സാമ്പാറാണ്. ചിലപ്പോൾ സാമ്പാർ പൊടി ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അതുപോലെ എൻ്റെ അനിയത്തിക്ക്, സുശീല, അനിയൻ്റെ ഭാര്യ സുശീല, അവർക്കൊക്കെ സാമ്പാർ പൊടി ഉണ്ടാക്കാനായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അവരിപ്പോൾ ഇതുപോലെ വൻതോതിൽ, ഞാൻ കുറച്ച് ഉണ്ടാക്കണുള്ളൂ, അവർ കുറേ അധികം കിലോ കണക്കിന് സാമ്പാർ പൊടി ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് അവരിങ്ങനെ പങ്കുവെച്ചെടുക്കും, എല്ലാവർക്കും കൊടുക്കും. അങ്ങനെയാണ്. അത് നല്ല നല്ല സാമ്പാർ പൊടിയാണ് എല്ലാവരും പറയണത്. അപ്പോൾ എൻ്റെ സാമ്പാർ പൊടിയാണ് കേട്ടോ എൻ്റെ വീഡിയോയിൽ ഏറ്റവും ആദ്യമായിട്ട് ഞാനിങ്ങനെ സാമ്പാർ പൊടി ഉണ്ടാക്കിയപ്പോഴാണ് എൻ്റെ വീഡിയോ പൊന്തി വന്നത് പണ്ട് കേട്ടോ. അത് കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ട്. അപ്പോൾ സുശീലയ്ക്ക് നന്ദി കേട്ടോ. നന്ദിനി വീണ, ഐ ആം ഫ്രം ഹൈദരാബാദ്. നൈസ് മാഡം, യു ആർ സോ സ്വീറ്റ്. പ്ലീസ് സാമ്പാർ പൗഡർ ഐ ഡു ഫ്രൈ ഗ്രൈൻഡ് കുക്ക്. അപ്പോഴായിട്ട് വറുത്ത് പൊടിക്കുകയാണ് ചെയ്യണമെന്നാണ് പറയണത് നന്ദിനി. ഞാൻ പണ്ട് അങ്ങനെയായിരുന്നു, പക്ഷേ ഇപ്പോൾ കുറച്ച് ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് ഭാരമില്ലല്ലോ, പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ സാമ്പാർ. അതുകൊണ്ടാണ് നന്ദിനി അങ്ങനെ ചെയ്തത്. അപ്പോൾ താങ്ക് യു നന്ദിനി. നന്ദിനിയുടെ കമൻറ്റിന് ചൂട് കുറഞ്ഞു അവിടെ, നല്ല ചൂടാന്നല്ലേ പറഞ്ഞു. ഇവിടെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മഴ കിട്ടുന്നുണ്ട് കേട്ടോ, നല്ല മഴ കിട്ടുന്നുണ്ട്. ഇന്നലെ ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മഴവില്ലിട്ടില്ലേ, ഇന്നലെ ഒരു 2 മണിയൊക്കെ ആയപ്പോൾ നല്ല മഴ പെയ്തു. അത് കഴിഞ്ഞ് തോർന്ന് കഴിഞ്ഞിട്ട് നല്ല പ്രകാശത്തിൽ സൂര്യൻ ഉദിച്ചു. ഇങ്ങനെ പടിഞ്ഞാറേ ഭാഗത്ത് നന്നായിട്ട് പ്രകാശിച്ച സമയത്താണല്ലോ മഴവില്ല് വന്നത്. അപ്പോൾ സുന്ദരി കണ്ടിട്ട് ഞങ്ങളെ വിളിച്ച് ഞങ്ങളിരുന്ന് മഴവില്ല് കണ്ട് ആസ്വദിച്ചതാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ കുറച്ച് ഭാഗം. പിന്നെ സുരേഷ് നായർ, നൈസ് ബ്രേക്ക്ഫാസ്റ്റ്, താങ്ക്സ്, നമസ്തേ. താങ്ക് യു സുരേഷ് നായർ. സരസ്വതി സരയു, എനിക്കും വേണം. തരാമല്ലോ ടീച്ചർ, വരൂ കേട്ടോ, തരാട്ടോ. ശരി, പറഞ്ഞു പോക്കോളാം. ഇന്ന് ജയശ്രീ കണ്ടിട്ടില്ല. ജയശ്രീ ഇന്നലെ പോയ സമയത്താണ് ഞങ്ങൾ പലഹാരം ഉണ്ടാക്കിയത്. ജയശ്രീ കിട്ടിയില്ലേ? അടുത്ത വെച്ചിട്ട് ജയശ്രീക്ക് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്.
നഴ്സറി പോയതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കണമെന്ന് തോന്നിയത്. പെട്ടെന്ന് ഉണ്ടാക്കി എൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇഷ്ടമായി അത്. ഞാൻ ഇവരെ കാണിച്ചു കൊടുത്തിട്ടില്ല. കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ലാസ്റ്റ് പിടിച്ചില്ല എന്നോർത്തത്. ഇനി നന്ദിനി ഫ്രം ഹൈദരാബാദ്. സൂപ്പർ ടീച്ചർ. And I and my sister watch you from Hyderabad. Today dosha sambar, good chutney. I am Nandini. Have a only daughter doing job 6 years over എന്ന്. അതിന് മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കുറേ ദിവസമായിട്ട് നന്ദിനി എനിക്ക് സമയം കിട്ടാനാണ്, ക്ഷമിക്കണം കേട്ടോ. അതായത് കുറേ നാളായിട്ട് എൻ്റെ വീഡിയോ രണ്ടുപേരും, അനിയത്തിയും കാണുന്നുണ്ട്, ചേച്ചിയും കാണുന്നുണ്ടെന്നാണ് പറയണത്. നന്ദിനിയും പത്മിനിയും. ഞങ്ങൾ അങ്ങനെ തന്നെയായിട്ട്. എൻ്റെ അനിയത്തിൻ്റെ പേരും പത്മിനിയും തന്നെയാണ്, ഞാൻ നന്ദിനിയും. പിന്നെ അവർക്കൊരു മോളുണ്ട്, അവളും ഹൈദരാബാദിൽ വർക്ക് ചെയ്യാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ചട്നി സാമ്പാർ ഇതൊക്കെ ഇഷ്ടമായി എന്നാണ് പറയണേ നന്ദിനി. താങ്ക് യു. ഇനി എൻ്റെ ഒരു ലളിതാ സഹസ്രനാമ സ്തോത്രം എന്ന് പറഞ്ഞ ഒരെണ്ണം ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതിൽ കുറച്ച് നാളായിട്ട് ഇട്ടിട്ട് അതാണ് എനിക്കിപ്പോൾ കിട്ടിയത്. അപ്പോൾ അതിൻ്റെ കുറേ കമൻസ് വായിക്കാം. കാര്യമായിട്ടുള്ള കമൻറ്റുകളൊന്നുമില്ല. എല്ലാവരും ഭക്തിയോടുകൂടി അമ്മേ ദേവി രക്ഷിക്കണേ, അമ്മേ നാരായണ, അമ്മേ ശരണം ദേവി, അങ്ങനെ കുറേ പേരാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. ആരൊക്കെയാണെന്ന് പറയാം. ഒന്ന് പത്മിനി രാമചന്ദ്രൻ, നിഷ, പിന്നെ ഭാഗീരഥി മങ്ങാട്ട്, പിന്നെ ലളിത MS, അതുപോലെ മിഥുൻ സുനിൽ. ഈ ലളിത MS എന്ന് പറഞ്ഞ ആൾ എല്ലാ വീഡിയോകൾക്കും എനിക്ക് കമൻറ്റ് ചെയ്യാറുണ്ട്, കാണാറുണ്ട്. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ലളിതയെ കാണാറില്ല കേട്ടോ. എനിക്ക് വളരെ ലളിത ഇപ്പോൾ കാണില്ല എന്ന് തോന്നണേ. ഒരു പക്ഷേ വീഡിയോ കാണാത്തതുകൊണ്ടായിരിക്കാം. അപ്പോൾ ലളിത ഇന്ന് എൻ്റെ ഇത് കേൾക്കുകയാണെങ്കിൽ, പറ്റുകയാണെങ്കിൽ നമുക്ക് എഴുതിമേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രനാരായണ. വളരെ മനോഹരം. ബുക്ക് കയ്യിലില്ലാത്ത സമയം ഇത് നോക്കി ചൊല്ലാം. മാഡത്തിന് എന്നും നന്മകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലളിത. പിന്നെ അജു കൃഷ്ണൻ, അതുപോലെ മിഥുൻ സുനിൽ, പിന്നെ ഗീത പോറ്റി, പിന്നെ സീതാലക്ഷ്മി ഗണേഷ്, പിന്നെ പ്രദീപ് കുമാർ കൊച്ചാതെ, പിന്നെ ഇന്ദു പ്രസാദ്, പിന്നെ യൂസർ, പിന്നെ വിജയ രാജൻ, സൗമിനി അശോകൻ, ശോഭന മേലെ വീട്ടിൽ, AVM കിച്ചൺ, ഗീത ടി, വൈഷ്ണവി, വനജ ഗോവിന്ദ്, ശ്രീലത, പത്മിനി രവി, സുധാ കൃഷ്ണൻ, ശ്രീരഞ്ജിനി മുകുന്ദൻ, രുക്മിണി മാരാർ. ഇങ്ങനെ ഒരുപാട് ആൾക്കാരെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇതിലിപ്പോൾ രുക്മിണി മാരാരുടെ എനിക്ക് എടുത്ത് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ചൊല്ലി അതിൽ എഴുതിയിട്ട കുറച്ച് വരികളിൽ ഞാനിങ്ങനെ ഫുള്ള് എഴുതി കഴിഞ്ഞാലും വീണ്ടും വീണ്ടും നോക്കാറുണ്ട്. എൻ്റെ കണ്ണിൽ പെടാത്ത ഒരു തെറ്റാണ്. രണ്ടാമത് എഡിറ്റ് ചെയ്ത് കയറ്റിയപ്പോൾ അക്ഷരം തെറ്റിപ്പോയതാണ്. അത് വ്യക്തമായിട്ട് ഇവിടെ എഴുതി വച്ചിരിക്കുന്നതാണ് കേട്ടോ. നോക്കൂ. ഭണ്ഡാസുര വധോദ്യുക്ത ശക്തി സേനാ സമന്വിത, സമ്പൽക്കരി സമാരൂഢ സിന്ധുരവ്രജ സേവിത, അശ്വാരൂഢാധിഷ്ഠിത അശ്വകോടി കോടിഭിരാവൃത, ചക്രരാജ രഥാരൂഢ സർവായുധ പരിഷ്കൃത, ഗേയചക്ര രഥാരൂഢ മന്ത്രിണീ പരിസേവിത, കിരിചക്ര രഥാരൂഢ ദണ്ഡനാഥ പുരസ്കൃത, ജ്വാലാമാലിനി ആക്ഷിപ്ത വഹ്നി പ്രാകാര മധ്യഗ, ഭണ്ഡസൈന്യ വധോദ്യുക്ത ശക്തി വിക്രമഹർഷിത, നിത്യ പരാക്രമാടോപ നിരീക്ഷണ സമുത്സുക, ഭണ്ഡപുത്ര വധോദ്യുക്ത ബാലാ വിക്രമ നന്ദിത, മന്ത്രിണ്യംബാ വിരചിത വിഷംഗവധ തോഷിത, വിശുക്ര പ്രാണഹരണ വാരാഹി വീര്യ നന്ദിത, കാമേശ്വര മുഖാലോക കൽപ്പിത ശ്രീ ഗണേശ്വര. ഇത്രയും ഭാഗത്തിനുള്ളിൽ ഒരു സ്ഥലത്ത് ഒരു ചെറിയ മിസ്റ്റേക്ക് എഴുതിയതിൽ കാണുന്നുണ്ട്. അതെന്താ വെച്ചാൽ നമ്മളിങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് അത്
അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റുമ്പോൾ പെട്ടെന്ന് അവർ ചെറിയൊരു അക്ഷരത്തിട്ട് വരികയാണത്. നമ്മൾ എഴുതുമ്പോൾ ശരിക്കും തന്നെ എഴുതണം. അപ്പം നമ്മൾ അങ്ങനെ വരുമ്പോൾ അതിന് നമ്മൾ വീണ്ടും കറക്റ്റ് ചെയ്യണം. അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇത്രയും എഴുതി കഴിഞ്ഞപ്പോൾ അത് ഒരെണ്ണം എൻ്റെ കണ്ണിൽ പെട്ടില്ല. ഞാൻ കുറേ പ്രാവശ്യം വീണ്ടും 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 ഇങ്ങനെ നോക്കിയിട്ടുള്ളത് തന്നെയാണ്, എൻ്റെ കണ്ണിൽ പെട്ടില്ല. പക്ഷേ രുക്മിണി അത് കണ്ടുപിടിച്ചു. രുക്മിണി അത് മുഴുവൻ ഇങ്ങനെ എഴുതി ആ ഭാഗം, അത് തെറ്റ് വന്ന അതിലുള്ള ആ ഭാഗം എടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ, എന്താ രുക്മിണി ഇങ്ങനെ എഴുതിയത് എന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അടുത്ത കാലത്താണ് അത് വീണ്ടും ഒന്നുകൂടി ഞാനിങ്ങനെ നോക്കിയത്. എൻ്റെ കണ്ണിൽ പെട്ടത് ആ തെറ്റ്. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ തെറ്റൊക്കെ പറ്റൂട്ടോ. നമ്മൾ മനഃപൂർവ്വം തെറ്റിക്കണതല്ല, അത് നമ്മൾ എഴുതി കഴിഞ്ഞിട്ട് അങ്ങോട്ട് കയറ്റുമ്പോൾ ഒരു ചെറിയ മിസ്റ്റേക്ക് വരണതാ. ക്ഷമിക്കൂട്ടോ, തെറ്റുണ്ടാവും. അപ്പോൾ കറക്റ്റ് ചെയ്തതിന് സന്തോഷം കേട്ടോ. താങ്ക് യു. ഇങ്ങനെ ഒരുപാട് ആൾക്കാർ എന്നെ സഹായിക്കണം. ഇത്രയും സീരിയസ് ആയിട്ട് എഴുതിയിട്ടല്ലേ എനിക്കിങ്ങനെ തരണത്. അതേപോലെ ഏകാദശി നോറ്റപ്പോഴേ എന്താണ് ദ്വാദശിക്കായ എന്ന് ഒരാൾ ചോദിച്ചിരുന്നു. അതിന് മറുപടിയായിട്ട് വ്യക്തമായ മറുപടി പറഞ്ഞിട്ടുള്ളത്, എന്നെക്കാളും വ്യക്തമായിട്ടും ഭംഗിയായിട്ടും പറഞ്ഞിട്ടുള്ളത് രുക്മിണിയാണ്. അപ്പോൾ രുക്മിണിക്ക് എനിക്ക് ഒരുപാട് കടപ്പാട് പോലെ തോന്നുന്നുണ്ട് കേട്ടോ എനിക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മാത്രം ഉണ്ടായാലും ഞാൻ അത്ര വലിയ ആളൊന്നുമല്ല. എനിക്കറിയണത് ഞാനിങ്ങനെ നഷ്ടപ്പെട്ടു പോകാതിരിക്കുക. നമ്മുടെ ബോധമണ്ഡലത്തിൽ നിന്ന് നമുക്കൊക്കെ ബുദ്ധിയും ബോധമൊക്കെ ഉണ്ടല്ലോ, അത് എപ്പോഴാണ് നഷ്ടപ്പെട്ടു പോകാമെന്നറിയില്ല. അപ്പം നമുക്കുള്ള അറിവിനെ നമ്മളൊന്ന് ആർക്കെങ്കിലും കൊടുത്ത് പോകുക. കേൾക്കാൻ ഇഷ്ടമുള്ള, സ്വീകരിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർ സ്വീകരിക്കുക. അത്ര ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. അല്ലാതെ ഞാൻ വലിയ ആളാവാനോ അങ്ങനെയൊന്നുമില്ല. എനിക്കറിയണത് ആർക്കെങ്കിലും കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മുടെ ബോധമൊക്കെ പോയത് വരും. അപ്പോൾ അതിന് എനിക്ക് സഹായം ചെയ്തിട്ടുള്ള നിങ്ങളുടെ ഓരോ കമൻറ്റും ഞാൻ വളരെ വിലപ്പെട്ടതായിട്ട് കണക്കാക്കുകയാണ്. അപ്പോൾ കമൻറ്റുകൾ എഴുതിയ കുറച്ച് ഞാൻ വായിച്ചു. അന്ന് എനിക്ക് പറഞ്ഞില്ലേ, രുക്മിണിമാരാർ എന്താ എങ്ങനെ എഴുതിയെന്ന് ഞാൻ വിചാരിച്ചു, എന്തിനാ വെറുതെ ഇത്രയധികം എഴുതി കൂട്ടിക്കണാവോ എന്നൊക്കെ ഞാൻ വിചാരിച്ചുള്ളൂ കേട്ടോ. അടുത്ത കാലത്താണ് എനിക്ക് മനസ്സിലായത് രുക്മിണിമാർ എന്തിനാ അത് എഴുതിയെന്നുള്ളത്. എൻ്റെ തെറ്റ് അവിടെയാണ് കണ്ടുപിടിക്കപ്പെട്ടത് അടുത്ത കാലത്ത് കേട്ടോ. അപ്പോൾ എൻ്റെ തെറ്റ് തന്നെയാണല്ലോ. അത് ഞാൻ മനഃപൂർവ്വം ചെയ്ത തെറ്റല്ല, അത് എഡിറ്റിങ്ങിൽ കയറിപ്പോയപ്പോൾ അത് അക്ഷരപ്പിശക് വന്നതാണ്. ഇപ്പം ഞാൻ വീണ്ടും ശ്രദ്ധിക്കുന്നുണ്ട് അത്. അപ്പം അങ്ങനെ ഞാനപ്പോൾ അന്ന് ഈ വിഷ്ണു സഹസ്രനാമം, ലളിതാ സഹസ്രനാമമൊക്കെ ഈ ചാനലിൽ ഇട്ടു. അതുപോലെ കുറച്ച് നാരായണീയം അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇതിലിട്ടു. അപ്പോൾ ഇതൊന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാരാണല്ലോ ഭൂരിപക്ഷം ആൾക്കാർ. അതുകൊണ്ട് തന്നെ എൻ്റെ വ്യൂവേഴ്സ് കണ്ടമാനം കുറഞ്ഞു പോയി. അപ്പോൾ എൻ്റെ മോനൊക്കെ പറയും, അമ്മ എന്തിനാണ് വെറുതെ ഈ ചാനലിൽ അതുകൊണ്ട് ഇടണത്, അപ്പോൾ ആൾക്കാരൊക്കെ പോവില്ലേ, എന്തിനാ വെറുതെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പിന്നെ പുതിയ ചാനൽ തുടങ്ങിയത്. അതിലും വ്യൂവേഴ്സ് കുറവാണ്. കാരണം പ്രാർത്ഥനയൊന്നും ആർക്കും ഇഷ്ടമില്ല എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മറ്റേ ചാനൽ നോക്കിയാൽ മതി, ഡിവോഷണൽ എന്ന് പറഞ്ഞത്. അതിലത്തെ വിഷ്ണു സഹസ്രനാമമൊക്കെ ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ട്. ഒരു 1.5 ലക്ഷം ആൾക്കാർ കണ്ടിട്ടുണ്ട്. എല്ലാതൊന്നും കണ്ടിട്ടില്ല കേട്ടോ, ഇത് മാത്രം. അതിന് അത്രയധികം ഇതില്ല. അപ്പോൾ കമൻറ്റുകൾ അയച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി. ആരും പിണങ്ങൊന്നും വേണ്ട, എന്തെങ്കിലും ചെറിയ തെറ്റൊക്കെ വരാമല്ലോ. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.